216 റൺസ് എന്ന ടോട്ടലും 5ാം ജയവും ലക്ഷ്യമിട്ട് വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും പാഡിട്ടിറങ്ങുമ്പോൾ രാജസ്ഥാൻ റോയൽസ് ഫാൻസ് പൂർണ്ണ ആത്മവിശ്വാസത്തിലായിരുന്നു. ഫോമിന്റെ നെറുകയിൽ നിൽക്കുന്ന റോയൽസ് പടക്ക് അതൊരു അസാധ്യ ലക്ഷ്യമായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെയായിരുന്നു അത്. എത്ര ഓവറിൽ കളി തീരും എന്നതിൽ മാത്രമായിരുന്നു സംശയമുണ്ടായിരുന്നത്. എല്ലാവരുടെയും കണ്ണുകൾ പതിവ് പോലെ യുവ സെൻസേഷൻ വൈഭവ് സൂര്യവംശിയിലായിരുന്നു. ബുംറയെയും ഹേസൽവുഡിനെയും ബോൾട്ടിനെയും ഭുവനേശ്വർ കുമാറിനെയുമെല്ലാം നിർദ്ധയം മർദ്ദിച്ച വൈഭവിന് മുന്നിലേക്ക് ഇത്തവണ ആദ്യ ഓവർ എറിയാനെത്തിയത് പേരുപോലും ആർക്കും പരിചയമില്ലാത്ത ഒരാളായിരുന്നു, പ്രഫുൽ ഹിൻകെ. ആളുകൾ അയാളെ സഹതാപത്തോടെ നോക്കിയിരുന്നു. IPL വേദിയിലെ തന്റെ കന്നി ഓവർ, അപ്പുറത്ത് നേരിടാനുള്ളത് ലോക ക്രിക്കറ്റിന് ഇതുവരെ ഉത്തരം കിട്ടാത്ത മഹാചോദ്യത്തിന്. ആ ആദ്യ ഓവറിൽ 2ാം പന്ത് പിച്ചിൽ കത്തിയുയർന്നപ്പോൾ സംഭവിച്ചത് ചരിത്രമാണ്. എല്ലാവരും ഭയക്കുന്ന വൈഭവിനെ പ്രഫുൽ തന്റെ 2ാം പന്തിൽ തന്നെ ഗോൾഡൻ ഡക്കാക്കി കൂടാരത്തിലേക്ക് മടക്കി. കഴിഞ്ഞ 4 മത്സരങ്ങളിലും 30+ സ്കോർ ചെയ്തിട്ടുള്ള ഓറഞ്ച് ക്യാപ്പുകാരന്റെ വിക്കറ്റ് വലിയ കരഘോഷത്തോടെയാണ് ഫീൽഡിൽ താരങ്ങളും ഗാലറിയിൽ SRH ഉടമ കാവ്യ മാരൻ അടക്കമുള്ളവരും വരവേറ്റത്. പ്രഫുലിന്റെ വേട്ട അവിടെ അവസാനിച്ചില്ല, അതൊരു പേമാരിയായി മാറി. തൊട്ടു പിന്നാലെ എത്തിയ അപകടകാരിയായ ധ്രുവ് ജുറേലിനെയും പ്രഫുൽ പൂജ്യനായി മടക്കി അയച്ചു. അവിടം കൊണ്ടും തീർന്നില്ല. ഡെയ്ൻ പ്രിട്ടോറിയസിനെയും വീഴ്ത്തിക്കൊണ്ട് ആ അരങ്ങേറ്റക്കാരൻ രാജസ്ഥാന്റെ നട്ടെല്ലൊടിച്ചു. തന്റെ IPL കരിയറിലെ ആദ്യ ഓവറിൽ തന്നെ ലോകം കണ്ട ഏറ്റവും മികച്ച സ്വപ്നതുല്യമായ തുടക്കം. ഹൈദരാബാദ് സ്റ്റേഡിയത്തിലെ ആരാധകരും ക്രിക്കറ്റ് ലോകവും അവിശ്വസനീയതയോടെയാണ് ആ കാഴ്ച നോക്കി നിന്നത്. ആ ഒരൊറ്റ ഓവർ കൊണ്ടും തീർന്നില്ല. ആ സ്പെല്ലിൽ തന്നെ തന്റെ 2ാം ഓവർ എറിയാനെത്തിയ താരം റിയാൻ പരാഗിനെയും മടക്കി. അപ്പോൾ സ്കോർ എത്രയാണെന്നോ? 3 ഓവറിൽ 5 വിക്കറ്റിന് 9 റൺസ്. 10 റൺസ് തികക്കാൻ 2 പന്ത് ധാരാളമായുള്ള രാജസ്ഥാന്റെ ടോപ്പ് ഓർഡറാണ് ഇങ്ങനെ ചീട്ടുകൊട്ടാരം പോലെ വീണു കിടക്കുന്നത്. എന്നാൽ അവിടെ നിന്നും 6ാം വിക്കറ്റിൽ രവീന്ദ്ര ജഡേജയും ഡോണോവോൺ ഫെറേറിയും രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ആ കൂട്ടുകെട്ട് 118 റൺസ് കൂട്ടിച്ചേർത്തു. എന്നാൽ അതിനിടയിൽ മറ്റൊരു അരങ്ങേറ്റക്കാരൻ സാക്കിബ് ഹുസൈന് കൂടി തന്റെ വരവറിയിക്കേണ്ടതുണ്ടായിരുന്നു. തുടർച്ചയായി ബാറ്റർമാരെ കൂടാരം കയറ്റി സാക്കിബും 4 വിക്കറ്റ് നേട്ടം ആഘോഷിച്ചു. അതിനിടയിൽ 11 പന്തിൽ 25 റൺസ് നേടിയുള്ള തുഷാർ ദേശ്പാണ്ഡെയുടെ ചെറുത്തുനിൽപ്പ് ശ്രദ്ധേയമായി. രവീന്ദ്ര ജഡേജ 45 റൺസും ഡോൺവോൺ ഫെറേറിയ 69 റൺസും നേടി. അകമൊത്തം 159 റൺസിന് ടീം ഓൾ ഔട്ട് ആകുകയുമായിരുന്നു. 57 റൺസിന്റെ ജയമാണ് SRH നേടിയത്. നേരത്തെ ടോസ് നഷ്ടമായി ബാറ്റിംഗിനിറങ്ങിയ സൺറൈസേഴ്സ് ഹൈദരാബാദ് 216 റൺസിന്റെ ടോട്ടലാണ് നേടിയത്. ഇഷാൻ കിഷന്റെ ഇന്നിംഗ്സ് ആണ് ഹൈദരാബാദിന് കരുത്തായത്. 44 പന്തിൽ 6 സിക്സറും 8 ഫോറുകളും അടക്കം 91 റൺസാണ് താരം നേടിയത്. ഹെൻറിച്ച് ക്ലാസൻ 26 പന്തിൽ 3 സിക്സറും 1 ഫോറും അടക്കം 40 റൺസ് നേടി. നിതീഷ് കുമാർ റെഡ്ഡി 13 പന്തിൽ 28 റൺസും സെലിൽ അറോറ 13 പന്തിൽ 24 റൺസും നേടി. ട്രാവിസ് ഹെഡ് 18 റൺസ് നേടി. രാജസ്ഥാന് വേണ്ടി ജോഫ്ര ആർച്ചർ 2 വിക്കറ്റുകൾ നേടി. ആഭ്യന്തര ക്രിക്കറ്റിൽ വിദർഭയുടെ താരമായ പ്രഫുൽ ഈ സീസണിന് മുന്നോടിയായാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിലെത്തുന്നത്. 10 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്ന് 26.7 ശരാശരിയിൽ 27 വിക്കറ്റുകൾ 24 വയസ്സുള്ള താരം നേടിയിട്ടുണ്ട്. T20 ഫോർമാറ്റിൽ അധികം പരിചയമോ റെക്കോർഡുകളോ ഇല്ലാത്ത താരം പക്ഷെ തന്റെ അരങ്ങേറ്റത്തിൽ തന്നെ വരവറിയിച്ചു. IPL-ൽ ഇതാദ്യമായാണ് ഒരു ഇന്നിംഗ്സിന്റെ ആദ്യ ഓവറിൽ 3 വിക്കറ്റ് വീഴുന്നതും. ചെന്നൈ സൂപ്പർ കിങ്സിനായി നെറ്റ് ബോളറായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള സാക്കിബ് ബീഹാറിൽ നിന്നാണ് വരുന്നത്. 2024-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിലെടുത്തെങ്കിലും കളിക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല. ഇരുവരെയും ഹൈദരാബാദ് വാങ്ങിയത് 30 ലക്ഷം അടിസ്ഥാന വിലക്കാണ് എന്നത് ശ്രദ്ധേയമാണ്. ആകെ മൊത്തം 60 ലക്ഷം വരുന്ന 2 മുതലുകൾ കോടിത്തിളക്കമുള്ള താരങ്ങളെ കശക്കി എറിഞ്ഞ് വിജയം നേടിയെന്ന് വേണമെങ്കിൽ പറയാം.